കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ സ്പൂൺ 1-2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 സ്പൂണോളം പെപ്പർ പൗഡറും അതേ അളവിൽ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം മാറ്റി വയ്ക്കാം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമ്മുടെ നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് ഒരു 3 സ്പൂൺ മുഴുവനോടെയുള്ള മല്ലിയും 4 വറ്റൽമുളകും ഒരു 1/2 സ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളകും ഒരു ചെറിയ സ്പൂണിൽ 1/4 സ്പൂണിൽ താഴെ ഉലുവയും ഒരു നുള്ള് വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരമൊക്കെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ട് ഒന്ന് നന്നായിട്ട് മൂത്തെടുക്കട്ടെ. ഇത് പകുതി മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒട്ടും കരിഞ്ഞു പോകാതെ ചെറിയ ഫ്ലെയിമിലിട്ട് വളരെ ശ്രദ്ധിച്ച് വേണം വറുത്തെടുക്കാൻ. കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു 1/2 കപ്പോളം വരുന്ന ചെറിയ നാളികേരം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ബ്രൗൺ നിറമാവുന്ന വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്യാം. ഏകദേശം മൂപ്പായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ കാശ്മീരി ചില്ലി പൗഡറിന് പകരം കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വറ്റൽമുളക് നേരത്തെ ചേർത്ത് കൊടുത്ത സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ പൊടിയായതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്ന നാളികേരക്കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് പൊടിച്ച് നല്ലവണ്ണം പൊടിഞ്ഞതിന് ശേഷം വെള്ളം ഒഴിച്ച് നന്നായി തരിയില്ലാതെ അരച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഈ കൂട്ട് നമുക്ക് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പുളിപ്പ് രസത്തിനായിട്ട് ഞാനൊരു ചെറിയ കഷ്ണം കുടംപുളി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കറിക്ക് ആവശ്യാനുസരണം എത്രയാണ് ഉപ്പ് വേണ്ടത് അതുകൂടി ഇട്ട് കൊടുക്കാം. കറി നന്നായി തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അരിഞ്ഞെടുത്ത മുരിങ്ങ കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അരിഞ്ഞ ഒരു കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൊഞ്ച് പീസസ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് നമ്മുടെ കൊഞ്ചിൻ്റെ കഷ്ണങ്ങളൊക്കെ. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമാങ്ങ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ മീൻ കറി നല്ലവണ്ണം തിളച്ച് ഉരുകിയിട്ടുണ്ട്. സ്ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലവണ്ണം എണ്ണ തെളിയുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. നമ്മുടെ ഫിഷ് കറിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കറിയുടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.